പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന TV എന്ന ചുരുക്കൽ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന TV തോമസ്. എല്ലാവർക്കും പൊതുനീതി ലഭിക്കുന്നതിനായി സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരുടെ ഉന്നമനത്തിനായി പോരാടിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുകയും തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിനെതിരെ സമരം നടത്തുകയും ചെയ്തിരുന്ന തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിലും ഭരണമണ്ഡലത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന TV തോമസ്. ആലപ്പുഴയിലെ കത്തോലിക്ക കുടുംബമായ തൈപ്പറമ്പ് വീട്ടിൽ TC വർഗീസിന്റെയും പുറക്കാട് കദളിപ്പറമ്പിൽ പെണ്ണമ്മയുടെയും മകനായി 1910 ജനുവരി 2 ജനിച്ചു. ഉമ്മച്ചൻ എന്നായിരുന്നു വീട്ടിൽ വിളിച്ചിരുന്ന പേര്. ആലപ്പുഴയിലെ ലിയോ 13th സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ചങ്ങനാശ്ശേരി SB കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലുമായിരുന്നു ഉപരിപഠനം. 1930 BA ബിരുദവും 1935 മധുരാളിയിൽ നിന്നും നിയമ ബിരുദവും എടുത്തു. പഠിക്കുന്ന കാലത്ത് കായിക രംഗത്തും തൽപരനായിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ രാഷ്ട്രീയ രംഗങ്ങളിൽ ശ്രദ്ധാലുവായിരുന്ന തോമസ് ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. പിതാവ് ഒരു കോൺഗ്രസ് അനുയായിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരുവിതാംകൂർ ഘടകവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തോമസ് അതിൽ സജീവമായി പങ്കെടുത്തിരുന്നു. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം പൊതുവെ യുവാക്കളിൽ നീരസമുണ്ടാക്കി. തോമസ് ഗാന്ധിജിയുടെ ഈ തീരുമാനത്തിൽ നിരാശനായിരുന്നു. കോൺഗ്രസിലെ ഇടതു ചിന്താഗതിക്കാരുടെ ചേരിയിലാണ് ഇത് തോമസിനെ കൊണ്ടെത്തിച്ചത്. അവർ ചേർന്ന് രൂപീകരിച്ച റാഡിക്കൽ ഗ്രൂപ്പിൽ തോമസ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. കോൺഗ്രസിലെ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചതിലുള്ള നിരാശയും കോൺഗ്രസിന്റെ നയങ്ങളോടുള്ള എതിർപ്പും തോമസിനെ ഇടതുപക്ഷ ചേരിയിലെത്തിച്ചു. പിന്നീട് പുന്നപ്പുര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം കേരള നിയമസഭയിൽ ഗതാഗത തൊഴിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവും ഒന്നാം കേരള നിയമസഭയിൽ മന്ത്രിയുമായിരുന്ന KR ഗൗരിയമ്മയാണ് ഭാര്യ. പാർട്ടി പിളർന്നപ്പോൾ CPIയിൽ ഉറച്ചു നിന്നു. 1977 അന്തരിച്ചു. ചെറിയൻ കൽപ്പവാടി രചിച്ച് വേണു നാഗവലി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി അഭിനയിച്ച ലാൽ സലാം എന്ന സിനിമയിൽ TV തോമസിന്റെ ജീവിതകഥയും പറഞ്ഞിട്ടുണ്ട്.